ഹായ് നമസ്കാരം, നന്ദകുമാറാണ്. ഇത് പ്രധാനമായിട്ടും പ്രേക്ഷകരോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടോ ഒന്നുമുള്ള വീഡിയോ അല്ല. ഇത് പൂർണ്ണമായിട്ടും സിനിമയെ സ്നേഹിക്കുന്ന, സിനിമ സൃഷ്ടിക്കണമെന്നും സിനിമയിൽ നല്ലൊരു വ്യവസായം ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന സിനിമാ നിർമ്മാതാക്കൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോയാണ്. അതായത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കാലം തെറ്റി റിലീസാവുന്ന സിനിമകളുണ്ട്. അതുപോലെ തന്നെ റിലീസ് ചെയ്യാൻ സാധിക്കാത്ത സിനിമകളുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത സിനിമകളുണ്ട്. ഇങ്ങനത്തെ പല ടൈപ്പ് ഓഫ് സിനിമകൾ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനകത്തിപ്പം നമുക്കെല്ലാവർക്കും മനസ്സിലായല്ലോ. ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ ഭയങ്കര ഫ്ലോപ്പായിരുന്നു റിലീസ് ചെയ്ത സമയത്ത്. അന്ന് ആ റിലീസ് ചെയ്ത സമയത്ത് എന്തുകൊണ്ട് ഫ്ലോപ്പായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർ മാർക്കറ്റിംഗ്, അതായത് ദ ഇൻഫർമേഷൻ ഓഫ് മൂവി, അത് പ്രോപ്പറായിട്ട് അന്ന് ആൾക്കാരുടെ ഇടയിലേക്ക് പൂർണ്ണമായിട്ടും മാർക്കറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ പ്രതീക്ഷകളെ വ്യതിചലിപ്പിച്ചുകൊണ്ട് അന്ന് സിനിമ ഇറങ്ങി. അതുകൊണ്ടിട്ട് അന്ന് ഫ്ലോപ്പായി. പിൽക്കാലത്ത് കാലം ഒരുപാട് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ദേവദൂതൻ പോലത്തെ സിനിമ നമ്മുടെ 4K ക്വാളിറ്റിയിൽ വന്ന് റിലീസായി. ഇറ്റ്സ് എ സക്സസ് ആയിരുന്നു. അതിൻ്റെ കാരണം പ്രേക്ഷകരുടെ മൈൻഡ് ഓഫ് മെൻറ്റാലിറ്റി ചേഞ്ച് ആയതാണ്. അല്ലാതെ സിനിമയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. സിനിമയുടെ കഥ മാറിയിട്ടില്ല, സിനിമയുടെ കാഴ്ചപ്പാട് മാറിയിട്ടില്ല, സിനിമയുടെ അഭിനയം മാറിയിട്ടില്ല. ദർ ഈസ് നത്തിങ്. പക്ഷേ പ്രേക്ഷകരുടെ കാഴ്ചപ്പാടുകൾ, ആ സിനിമേനെ കാണാൻ വേണ്ടിയിട്ട് എടുത്ത അല്ലെങ്കിൽ ആ സിനിമേനെ സോർട്ട് ഔട്ട് ചെയ്ത് കാണാനെടുത്ത ആ പ്രേക്ഷകർ എന്ന് പറയുന്ന ആൾക്കാരുടെ മെൻറ്റാലിറ്റി ചേഞ്ചസ് ആണ് ആ സിനിമേനെ കൂടുതൽ വിജയത്തിലേക്ക് എത്തിച്ചത്. അതായത് നമ്മൾ ഉണ്ടാക്കിയൊരു പ്രോഡക്റ്റ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റീസെല്ല് ചെയ്യാൻ പറ്റുന്ന, ഇനിയും ദേവദൂതൻ ഇനിയും ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഇനിയും 100 വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്താലും ഇതേ പ്രോസസ്സ് തന്നെ നടക്കും. അതാണ് സിനിമ എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ, മീൻസ് സിനിമ എടുത്തു പക്ഷെ നഷ്ടപ്പെട്ടു, നശിച്ചു പോയി, അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ പടം ഇപ്പം ഒരു ജോലിയും കച്ചവടം നടന്നിട്ടില്ല എങ്കിൽ പോലും ആ സിനിമയ്ക്ക് എന്താണ് പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ആ പ്രോബ്ലത്തിന് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് പ്രേക്ഷകർക്ക് കൊടുത്ത് ആ സിനിമ ഒരു വ്യാപാരത്തിലേക്ക് എത്തിച്ച് പ്രൊഡ്യൂസേഴ്സിന് ഫണ്ട് റിട്ടേൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ദാറ്റ്സ് ആ മാർക്കറ്റ് ഈസ് ഓപ്പൺ. അപ്പം അതിന് വേണ്ടിയ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സിനിമ ഫ്ലോപ്പായി പോകുന്നതെന്ന് ഉള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു ചിന്തയും അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ഞാൻ നടത്തിയതിന് പ്രകാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ തേടിയിട്ടുള്ള യാത്ര എനിക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ നടത്തിയ ആ യാത്രയിലും അങ്ങനെ നടത്തിയ റിസർച്ചിലും എനിക്ക് മനസ്സിലായ ഒരു കേസ്, ഒരു സിനിമ ഫ്ലോപ്പ് ആവാനുള്ള ഏറ്റവും വലിയ റീസൺ അതിൻ്റെ നിർമ്മാതാവ് തന്നെയാണ്. കാരണം ആ നിർമ്മാതാവ് യെസ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു സിനിമ ഉണ്ടാവുന്നതും ആ നിർമ്മാതാവ് നോ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ആ സിനിമ അവസാനിക്കുന്നത്. നിർമ്മാതാവ് ആര് വേണേലും ആകാം. ഇപ്പം ആക്ടർ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്ടർ ആവാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ആവാം, ലൈറ്റ്മാൻ ആവാം, ആർക്ക് വേണേലും ഒരു സിനിമ ഓപ്പൺ ചെയ്തെടുക്കാം. ദീസ് ഓൾ ആർ കണക്ഷൻസ്. അതിൻ്റെ ഫോർമുല എന്താണ്? പണം മുടക്കാൻ ഒരാളുണ്ടാവുക, ആ പണം മുടക്കാൻ വരുന്ന ആൾ ആ കഥ കേട്ട് ഓക്കെ ആവുക, ആ കഥ കേട്ട് ഓക്കെ ആയിട്ട് ആ കഥ പൂർണ്ണമായ രീതിയിൽ എടുക്കാൻ പ്രാപ്തനായ ഒരു സംവിധായകനാണ് അല്ലെങ്കിൽ ഡയറക്ടറാണ് അതെന്ന് പുള്ളിക്ക് മനസ്സിലാവുക. അതിനുശേഷം ആ ഡയറക്ടറെ വെച്ചിട്ട് ആ പടം മേക്ക് ചെയ്തിട്ട് അത് എത്ര ഓഡിയൻസിന് നമുക്കത് കൊടുക്കാൻ സാധിക്കുമെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം ആ സിനിമ കൃത്യമായിട്ട് പ്രേക്ഷകരുടെ അടുക്കലേക്ക് എത്തിച്ചു കൊടുത്താൽ സിനിമ എന്ന് പറയുന്ന സംഭവം വർക്കൗട്ടാവും. അപ്പോൾ ഇതിലെവിടെയാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നിർമ്മാതാവിനെ പല രീതിയിൽ കബളിപ്പിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിർമ്മാതാക്കൾക്ക് പൊതുവേ ടെക്നിക്കൽ വേർഷൻസുകളെക്കുറിച്ചോ സിനിമേനെക്കുറിച്ചിട്ടോ ഒന്നും യാതൊരു ഐഡിയോളജിയില്ല. കാര്യം ഇതങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സല്ല സിനിമ. ഇപ്പോൾ സിനിമയുടെ എഡിറ്റിംഗ് പഠിക്കണമെങ്കിൽ തന്നെ അതിനൊരു നോളജ് വേണം. അതിൻ്റെ മിക്സിങ്, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ, പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ, പിന്നെ അതിൻ്റെ ആക്ടിങ് മെറ്റീരിയൽസ്, അത് പടമാക്കുന്നത്, പടം ഓഡിയൻസിലേക്ക് എത്തിക്കുന്നത്, ഇതൊരു വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ നോർമലി ഇപ്പം നിങ്ങൾ നിലവിൽ നമ്മൾ നടത്തിപ്പോകുന്ന എല്ലാ ബിസിനസ്സോടും, ഇപ്പം മീൻ കച്ചവടം ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് ഇടുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കാർ കച്ചവടം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡ്രസ്സ് വിൽക്കുന്നതായിക്കോട്ടെ, ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് കച്ചവടം ചെയ്യുന്ന ഐഡിയോളജി വെച്ചിട്ട് സിനിമയെ സമീപിച്ചാൽ സിനിമ നിങ്ങൾക്ക് നഷ്ടമാണ് എപ്പോഴും നൽകത്തുള്ളൂ. കാരണം ഒരു മീൻ കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ ഒരു മീൻ വിൽക്കുന്ന ഒരാൾക്കാണെങ്കിൽ അയാൾക്കറിയാം കടലിൽ മീനുണ്ട്. ബോട്ടെടുത്ത് പോയി കടലിൽ നിന്ന് മീൻ പിടിച്ച് കരയിലെത്തിച്ചാൽ കഴിക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒബ്വിയസ്ലി ഒരു ബിസിനസ് നടക്കും, അല്ലേ? ഇപ്പോൾ എല്ലാ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. പക്ഷേ സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ പ്രൊഡക്റ്റ് നിലവിലില്ല.
നമുക്ക് കാണാനോ പോയി കണ്ട് മനസ്സിലാക്കാനോ ആയിട്ട് ഇതിൻ്റെ പ്രൊഡക്റ്റ് നിലവിലില്ല. ബാക്കി എല്ലാ മെറ്റീരിയൽസും ഉണ്ട്. ഇപ്പോൾ ഒരു വീട് പണിയുകയാണെന്നുണ്ടെങ്കിൽ വീട് പണിയേണ്ട റോ മെറ്റീരിയൽസ് ഈസ് ഹിയർ. ഓക്കെ, ഇതിനു മുമ്പ് വീട് പണിതിട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ആ വീട് പണിയാൻ എടുത്തിട്ടുള്ള മെഷർമെൻറ്റ്, അതിൻ്റെ ഒരു വാല്യൂ ഓഫ് സ്ട്രെങ്ത്, അതിന് വേണ്ടി വരുന്ന തൊഴിലാളികൾ, അതിന് ആവശ്യമുള്ള ടെക്നിക്കൽ സപ്പോർട്ട്സ്, ഇതെല്ലാം നമുക്ക് മെറ്റീരിയലായിട്ട് ഡയറക്റ്റ് കാണാൻ സാധിക്കും. പക്ഷേ സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ശൂന്യമാണ്. ദർ ഇസ് എ സീറോ. ഇപ്പോൾ ഒരാളൊരു സ്റ്റോറി ആയിട്ട് വന്നാൽ, ഇപ്പോൾ ഒരു ചെരുപ്പ്, അതായത് ഒരുത്തരം ഇടിച്ചിട്ടാണ് ഞാൻ ഇനി ചെരുപ്പ് ഇടുള്ളൂ എന്ന് പറയുന്നൊരു കഥയായിരുന്നു മഹേഷിൻ്റെ പ്രതികാരം. ആ മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ കഥ പൂർണ്ണമായി ഫസ്റ്റ് കോപ്പി ആവുന്നത് വരെ ദാറ്റ് ഈസ് സീറോ ലെവൽ. അപ്പോൾ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിട്ട് അയാൾ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തിയിട്ടായിരിക്കും മിക്കവാറും സിനിമയിലേക്ക് ഇനീഷ്യലി വരിക. വേറൊരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ അയാളുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് ഈ പറയുന്ന കബളിപ്പിക്കൽ നടക്കുന്നത്. അതായത് ഡയറക്ടർ ആവാനായിട്ട് ചുമ്മാ ആഗ്രഹമായിട്ട് നടക്കുന്ന, യാതൊരുവിധ അറിവും ഇല്ലാത്ത, ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ഒരാൾക്ക് ഈസി ആയിട്ട് ഒരു പൈസ ഉള്ള ഒരാളെ കബളിപ്പിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2-3 കാര്യങ്ങളാണ് കബളിപ്പിക്കുന്നത്. ഒന്ന്, വൻകിട ഓഫേഴ്സ് കൊടുക്കുക, നല്ല രീതിയിൽ ലാഭം കിട്ടും എന്നുള്ള വേർഡ് കൊടുക്കുക. 3, ഭയങ്കര ഹൈലി കോണ്ടാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആനയുണ്ട് ചേനയുണ്ട് എന്ന് പറയുക. 3, ഇതൊരു മഹാസംഭവമാണെന്നോ, നിങ്ങൾ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് രക്ഷപ്പെടുമെന്ന് പറയുക. ഇങ്ങനത്തെ കുറേ പുകഴ്ത്തിയ വാക്കുകളും കുറേ പുകഴ്ത്തിയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ പുള്ളീനെ ഒന്ന് സൂപ്പിച്ച് നിർത്തുന്ന പോലത്തെ ഒരു പ്രോസസ്സ്. അല്ലെങ്കിൽ ആ പുള്ളിക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലും ആ പുള്ളിയുടെ പേഴ്സണൽ ഹാപ്പിനെസ്സുകൾക്ക് വേണ്ടിയിട്ട് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറയുന്ന പോലത്തെ പ്രോസസ്സ്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോസസ്സുകൾ കൊണ്ടിട്ടാണ് ഒരാളെ വീഴ്ത്തുക എന്ന് പറയുന്നത്. അതൊരു പ്രൊഡ്യൂസറിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറേ വേർഡുകൾ സപ്ലൈ ചെയ്താൽ മതി, പൈസ ഉള്ള ഒരാൾ വീഴും. അത് ഹിസ്റ്ററി ആട്ടോ, ഇന്നേ വരെ നടന്നിരിക്കുന്ന ഒരു ചരിത്രമാണ്. അപ്പോൾ അങ്ങനെ വീഴുന്ന ആൾ ഒരിക്കലും കഥയോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതോ, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് എത്ര ആൾക്കാരിലേക്ക് എത്തണമെന്നുള്ളതോ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. എപ്പോഴും ഒരു നിർമ്മാതാവിൻ്റെ സമീപിക്കുന്ന സമയത്ത് അയാളോട് പറയുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഫസ്റ്റ് കോപ്പിയുടെ ബഡ്ജറ്റ് ആയിരിക്കും. പക്ഷേ ഒരു സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ, അതിൻ്റെ ഷൂട്ടിങ്, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ, അതിൻ്റെ പ്രൊമോഷൻ, അതിൻ്റെ റിലീസിങ്, മനസ്സിലായി? അതായത് പ്രേക്ഷകരുടെ അടുക്കൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നിടം തൊട്ടിട്ട് അത് പ്രേക്ഷകരുടെ കയ്യിലേക്ക് എത്തുന്നത് വരെയാണ് അതിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ബഡ്ജറ്റ് സംസാരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അങ്ങനെ ഒരു ബഡ്ജറ്റ് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സിനിമയെക്കുറിച്ച് ഡേറ്റ അറിയാൻ പറ്റും. അങ്ങനെ ഡേറ്റ അറിയാവുന്ന ഒരാളെ വെച്ചിട്ട് നിങ്ങൾ പടം എടുക്കുമ്പോൾ അവിടെ ആകെപ്പാടൊരു കൺഫ്യൂഷൻ വരുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കഥയ്ക്ക് എന്തെങ്കിലും പോരായ്മ വരുമോ എന്നുള്ളതാണ്. ഇനി ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയാം, നമ്മൾ യേശുക്രിസ്തുവിനെ ബഹുമാനിക്കുന്നതും ശ്രീകൃഷ്ണനെ ബഹുമാനിക്കുന്നതും മുഹമ്മദ് നബീനെ ബഹുമാനിക്കുന്നതും എല്ലാം, ഈവൻ ഗാന്ധിജീനെ പോലും നമ്മൾ ബഹുമാനിക്കുന്നത് ഈ പറയുന്ന സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ആരും യേശുക്രിസ്തുവിനെ കണ്ടതായിട്ടോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ കണ്ടതായിട്ടോ നമ്മുടെ ഉള്ളിലൊന്നുമില്ല, ഞാനങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോഴും അവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നതും അവരെ ആരാധിക്കുന്നതും എല്ലാം ഇത് സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ്, അല്ലേ? ആ സ്റ്റോറിയിൽ എന്തൊക്കെയാണോ അവർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ ബിൽഡപ്പുകളാണോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലാണോ അത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, അത് നമ്മളുടെ ബ്രെയിനിലേക്ക് ഇമോഷണലായിട്ട് ചേക്കേറുകയും അതുവഴി നമ്മൾ ആ റെസ്പെക്റ്റ് കൊടുക്കുക, ട്രസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പ്രോസസ്സാണ്. ഇനി സ്റ്റോറി എന്ന് പറയുന്നതിനകത്ത് വലിയ സംഭവമൊന്നും ഇല്ല സിനിമയിൽ. കാരണം എന്ന് പറയാൻ അധികം സ്റ്റോറിയൊന്നും ഈ ലോകത്തിലില്ല. കാരണം ഏതൊരു മനുഷ്യജീവനും 3 പ്രോസസ്സാണ് നിലവിലുള്ളൂ. ഒന്ന്, ആൾക്ക് ഫുഡ് കഴിക്കുക, ആളൊന്ന് കിടന്ന് ഉറങ്ങുക, അത് കഴിഞ്ഞാൽ ആ പുള്ളി യാത്ര ചെയ്യുക. മനസ്സിലായില്ലേ? ഈ 3 പ്രോസസ്സാണ് ഉള്ളത്. ഈ 3 പ്രോസസ്സ് മാത്രമാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരും ചെയ്യുന്നത്. പിന്നെ വരുന്ന ഓരോ പ്രോസസ്സും ഈ 3 പ്രോസസ്സിൻ്റെ ഇടയിലുള്ളതാണ്. അപ്പം ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതിന് വിവിധതരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ആ ഭക്ഷണം സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആ ഭക്ഷണം ആവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്, ആ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നവരുണ്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ ഫോൾഡേഴ്സ് ഇങ്ങനെ ഓപ്പണായി പോവുകയാണ്. പിന്നെ രണ്ടാമത് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ മൂവ്മെൻറ്റ് ചെയ്യുന്നതിനാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. കാറ്, ജീപ്പ്, ബസ്, ഫ്ലൈറ്റ്, അങ്ങനെ വാട്ട് എവർ ഇറ്റ് ഈസ്, ദീസ് ആർ ഇങ്ങനെ ഇത് മാറിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറങ്ങുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഈ ഉറങ്ങുക എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ അകത്തും ഇതേപോലെ തന്നെ നമ്മൾ വീട് വെക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഹോട്ടൽസ് എടുക്കുന്നുണ്ട്, അതല്ലെങ്കിൽ കാറിൽ കിടന്നവർ ഉറങ്ങുന്നവരുണ്ട്, തെരുവിൽ കിടന്ന് ഉറങ്ങുന്നവരുണ്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ സർക്കിൾ ഓഫ് റൂട്ട് എക്സാക്ട്ലി നടക്കുന്നത്. അപ്പം ഇവിടെ ഒന്നും തന്നെ ഒരു സ്റ്റോറി ഇല്ല. ഒരു സ്റ്റോറി ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 രീതിയിലാണ്. ഒന്നെങ്കിൽ നമ്മൾ വിജയിച്ചത്, അല്ലെങ്കിൽ നമ്മൾ തോറ്റത്. ഈ 2 പോയിന്റിലല്ലാതെ വേറെ ഒരു സ്റ്റോറിയും ഈ ലോകത്ത് നിലവിലില്ല.
ഇപ്പം നിങ്ങൾ എന്ത് സ്റ്റോറി വേണമെങ്കിലും എടുത്തു. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ സ്റ്റോറി എടുത്തോ. ആദ്യം അവർ തോൽവിയിലേക്ക് യാത്ര ചെയ്തു, അത് കഴിഞ്ഞ് അവർ വിജയിച്ചു അല്ലേ. അവരാദ്യമേ അവരാസ്വദിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു പ്രോസസ്സിലേക്ക് പോയി, അവിടെ അവർ തോറ്റുപോയി, താഴത്തേക്ക് വീണു. ആ തോറ്റുപോയതിനെ ആ സർക്കാർ സിസ്റ്റങ്ങളൊന്നും തന്നെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ നോർമലി അവർ ഫ്ലോപ്പായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവർ സർവൈവ് ആയിട്ട് വന്നു അല്ലേ. സർവൈവ് ആയിട്ട് വന്നപ്പോഴത്തേക്കിനും അതൊരു സക്സസ്ഫുൾ സ്റ്റോറി ആയിട്ട് മാറി. ഇനി കിരീടത്തിൻ്റെ സ്റ്റോറി എടുത്താലും സെയിം തന്നെയാണ്. അയാൾ തോറ്റുപോയി, ആ തോൽവിയിൽ അയാൾ എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും വലിയൊരു വില്ലനായിട്ട് മാറുകയാണ് അല്ലേ. ആണ് കിരീടത്തിൻ്റെ കഥ. ഇനി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സ്റ്റോറി എടുത്താലും ഈ തോൽവി ജയമെന്ന് പറയുന്ന പ്രോസസ്സ് തന്നെയാണ്. അതിൻ്റെ റൂട്ട് ഓഫ് പാറ്റേൺ മാത്രമാണ് ഒരു സിനിമയിലുള്ളൂ. ഇപ്പം നിങ്ങൾ ഏത് കഥ വേണമെങ്കിലും എടുത്തോ. ഇവിടെ എന്തുകൊണ്ടാണ് ഒരു ഓഡിയൻറ്റിന് ഇത് കണക്റ്റ് ആവാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സ്റ്റോറി എടുത്തിട്ട് ആ സ്റ്റോറി പറയാൻ യൂസ് ചെയ്യുന്നത് 2 മണിക്കൂറാണ്, അല്ലെങ്കിൽ 1.5 മണിക്കൂർ. ഒരു ഫ്യൂച്ചർ ഫിലിം എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. അപ്പോൾ ഈ 1.5 മണിക്കൂർ ദൈർഘ്യത്തിൽ നമ്മളൊരു സ്റ്റോറി പറയുമ്പോൾ ഇമോഷണൽ ബ്ലെൻഡിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ട് കൃത്യമായി ധാരണയില്ലാത്ത ഒരാളാണ് അത് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് വർക്കൗട്ട് ആവില്ല. മനസ്സിലായി. ഇപ്പോൾ പറക്കും തളിക എന്ന് പറയുന്ന സിനിമയുടെ കഥ എന്താണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ. അതായത് ഊമ്പിത്തൊലിഞ്ഞ് തോറ്റുപോയൊരു കഥാപാത്രം. ആ കഥാപാത്രം ഭയങ്കര കോടീശ്വരനായിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതാണ് അതിൻ്റെ കഥ. ഇതിങ്ങനെ പറയുമ്പോൾ അതിന് എത്രത്തോളം ഒരു ആക്ടിവേഷൻ ഉണ്ടാവും. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ദിലീപ് സ്വീകരിച്ചിരിക്കുന്ന ഒരു കുന്നോളം കഥകൾ അങ്ങനെ തന്നെയാണ് അല്ലേ. നിങ്ങൾ ഏത് സിനിമ കല്യാണരാമൻ എടുത്ത് വെച്ച് നോക്കിയോ. കല്യാണരാമൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് അത് പാചകക്കാരനായിട്ട് ചെയ്യുന്നിട്ട് ആ പാചകം നടത്തുന്ന വീട്ടിലെ ആളുടെ പെണ്ണിനെ കിട്ടുന്ന കഥയാണ്. അതിൻ്റെ അർത്ഥം അയാൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ്. അപ്പോൾ ഇങ്ങനത്തെ 100,000 പ്രശ്നങ്ങളെ ഡിസ്കസ് ചെയ്യുന്ന ഒരു മീഡിയം കൂടിയായിട്ടാണ് സിനിമേനെ നമ്മൾ കാണുന്നത്. പിന്നെ തോറ്റുപോയ കഥയുണ്ട്. ഇപ്പോൾ ടൈറ്റാനിക് എന്ന് പറയുന്ന കഥ സക്സസ്ഫുൾ സ്റ്റോറി അല്ല, പക്ഷേ അതിൻ്റെ അകത്ത് ഒരാൾ മാത്രമാണ് സക്സസ് ആയിട്ടുള്ളൂ. കാര്യം അതിൻ്റെ അകത്തുണ്ടായിരുന്ന നായിക മാത്രമാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ആ രക്ഷപ്പെടൽ ഒരു സർവൈവൽ ത്രില്ലറാണ് അവരെ സംബന്ധിച്ചിട്ട്. അപ്പം ഇത്രയുള്ള കഥ. അപ്പോൾ കഥ എന്ന് പറയുന്നതിൻ്റെ അകത്ത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ കഥേനെ നമുക്ക് മാറ്റിമറിക്കാനോ ഒന്നും സാധിക്കില്ല. കാര്യം എല്ലാ മനുഷ്യർക്കും ഒരേ ഒരു കഥയാണ് ഈ ഭൂമിയിലുള്ളൂ. അതിൻ്റെ അകത്ത് അവസ്ഥകളും അവസ്ഥാന്തരങ്ങളും സിറ്റുവേഷനും അതിൻ്റെ അകത്ത് സംസാരിക്കുന്ന ഡയലോഗ്സും ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്ത് വെക്കാം. അതിനാണ് നമ്മൾ പറയുന്നത് 0 മുതൽ 01 എന്ന് പറയുന്ന 2 ന്യൂമറിക്കൽ ലെറ്റേഴ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷേ അതിന് നമുക്ക് കൂടുതൽ കൺവീൻസിങ്ങിലേക്ക് എത്തിയാണ്ട് 2-1 എന്ന് പറയുന്നതിനെ നമ്മളൊരു ന്യൂമറിക്കൽ 2 എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. 3-1 എന്ന് പറയുന്നതിന് നമ്മൾ 3 എന്ന് പറയുന്നൊരു ന്യൂമറിക്കൽ കൊണ്ടുവന്നു. അങ്ങനെ ഒരു 0-ഉം 9-ഉം വരെ ദൈർഘ്യമുള്ള ന്യൂമറിക്കൽ കൊണ്ടുവന്നിട്ടാണ് ഈ കോടാനുകോടിക്കണക്കിന് കണക്കുകൾ നമ്മൾ സൃഷ്ടിച്ചത്. അപ്പോൾ ഇത് ഭൂമിയുടെ ഒരു പ്രത്യേകതയാണ്. ഇത് ആക്ച്വലി ഒരു ഭൂമി എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്കിവിടെ ഒന്നും സൃഷ്ടിക്കാനോ ഒന്നും നശിപ്പിക്കാനോ സാധിക്കത്തില്ല. എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ അതിനെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും, വ്യതിയാനങ്ങൾ വരുത്താൻ സാധിക്കും. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വ്യതിയാനം വരുത്താം. ഒരു ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെങ്കിൽ നമുക്കതിനെ സക്സസ് ആക്കാൻ പറ്റും. സക്സസ് ആയിരിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ നമുക്കതിനെ ഫ്ലോപ്പ് ആക്കാനും പറ്റും. ഇത് ഈ ഡയമെൻഷൻ നടക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പറയുകയാണ്, വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസേഴ്സിനോട് പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു സിനിമ ഉണ്ടായിരുന്നെന്ന് വെച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു വെച്ചോ, അതിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ നമുക്കതിനെ 4K ക്വാളിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ പറഞ്ഞിരിക്കുന്ന സ്റ്റോറിക്കകത്ത് ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, മീൻസ് ഒരു പരിപാടി ഉണ്ടായിരുന്നു, പക്ഷേ അത് എലാബറേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് പറഞ്ഞപ്പോൾ ഊഞ്ഞാലടിച്ച് പോയെന്ന് വെച്ചോ, അതിനെ നമുക്ക് റീവർക്ക് ചെയ്ത് ആ സാധനത്തിനെ നമുക്ക് മെറ്റീരിയലാക്കി ഓഡിയൻസിന് നമുക്ക് കൊടുക്കാം. പ്രേക്ഷകർ എന്നും സിനിമ കാണാൻ തയ്യാറാണ്. നമ്മൾ സിനിമ നല്ലത് കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് പ്രേക്ഷകർ വരാത്തത്. അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ മെറ്റീരിയലൈസേഷൻസ് ഒന്നുമില്ല. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് എന്നും സക്സസ്ഫുൾ ഫോർമാറ്റാണ്. എൻ്റർടൈൻമെൻ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്. എൻ്റർടൈൻമെൻറ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റർടൈൻമെൻറ്റിൻ്റെ വിഭാഗത്തിൽപ്പെട്ട എല്ലാ മെറ്റീരിയലുകളും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതൊന്നും മാറ്റമില്ല. ഇവിടെ കബളിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ആഡ് ഓൺസ് വരുമ്പോഴാണ് ഈ ഫ്ലോപ്പിൻ്റെ ലിസ്റ്റ് കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടത്, ഇവിടെ 3 ടൈപ്പ് ആൾക്കാരേ ഉള്ളൂ. ഒന്ന് അനുസരിക്കുന്ന ആൾക്കാർ, ഒന്ന് നിയന്ത്രിക്കുന്ന ആൾക്കാർ, ഒന്ന് ലൂസേഴ്സ്. ഈ ലൂസേഴ്സാണ് കബളിപ്പിക്കുന്ന ആൾക്കാർ. നമ്മൾ മാക്സിമം ഈ ലൂസേഴ്സിനെ ഒഴിവാക്കുക. കാര്യം അവരാരും പ്രൊഡക്റ്റീവ് ആയിരിക്കത്തില്ല. അവർക്ക് ഒരേ ഒരു ടാർഗറ്റ് ഉണ്ടാവും. ലൂസേഴ്സിന് ഒരേ ഒരു ടാർഗറ്റേ ഉണ്ടാവുള്ളൂ, അവരുടെ ലൈഫ് അവർ ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക. അത് ഏറ്റവും വലിയ ഒരു അക്രമിയാണെന്നുണ്ടെങ്കിൽ അവൻ അക്രമം കാണിച്ച് അവൻ അതിനകത്ത് ഹാപ്പിനെസ് നേടി ആ വഴി പോകും. പണം തട്ടിപ്പുകാരനാണെങ്കിൽ അവൻ ആ പണം തട്ടിച്ച് ആ വഴിക്ക് പോകും. ഇനി അതല്ല പെണ്ണുപിടിക്കാനാണെങ്കിൽ അവന് പെണ്ണുപിടിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് പണിയും കാണിക്കും. ഇനി അതല്ല അവനിങ്ങനെ വസ്തുക്കളോടാണ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടവൻ്റെ വസ്തുക്കൾ അടിച്ചു മാറ്റിയിട്ട് അവൻ ആ വഴിക്കും. ദിസ് ഈസ് എ റൂട്ട്.
ഇവരൊരു പ്രൊഡക്റ്റീവ് അല്ല. അങ്ങനെയുള്ള പ്രൊഡക്റ്റീവ് ആൾക്കാരെ ലോക്കിടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ നിയമങ്ങളുള്ളത്, അല്ലെങ്കിൽ എല്ലാ രാജ്യത്തും നിയമങ്ങളുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്തൊക്കെ പോകുന്ന ആൾക്കാരും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആലപ്പുഴക്കാരനായ കുറുപ്പ് എന്ന് പറയുന്ന വ്യക്തി. ആ പുള്ളിന് ഇന്നേ വരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട നിർമ്മാതാക്കളായിട്ടുള്ള സുഹൃത്തുക്കൾ, നിങ്ങൾ ദയവ് ചെയ്ത് ഒരു സിനിമ നിർമ്മിക്കുന്നതിന് മുമ്പ് ആ സിനിമ ഓഡിയൻസിനെ കാണിക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ ആദ്യം തിങ്ക് ചെയ്യുക. അങ്ങനെ ഓഡിയൻസിനെ കാണിക്കാൻ സാധിക്കാത്ത ഒരു പരിപാടിയും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാണ് ഉണ്ടാകത്തുള്ളൂ. 2, നിങ്ങളൊരു പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത്. ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിൻ്റെ എൻഡ് ഓഫ് ദ പ്ലേസ് എന്ന് പറയുന്നത് പ്രേക്ഷകരാണ്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കില്ല, ഏത് പ്രൊഡക്റ്റ് ആയിട്ട് ഈ ലോകത്തിൽ ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയോ, ആ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എങ്ങനെ പ്രോഫിറ്റബിൾ ആവുന്നതെന്ന് വെച്ചാൽ അത് സൃഷ്ടിക്കുന്ന ആൾ, അതായത് അത് ഉണ്ടാക്കുന്ന വ്യക്തിക്ക് ഒരു സന്തോഷം കിട്ടണം, അവന് ലാഭം കിട്ടണം. ഓക്കെ, ലാഭം കൊണ്ട് മാത്രമാണ് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി 100 രൂപ ഒരു മെറ്റീരിയലിന് ഇൻവെസ്റ്റ് നടത്തി നമുക്ക് തിരിച്ചു 100 രൂപ തന്നെയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ അകത്തൊരു ലൈഫ് അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ആ സമയത്ത് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തു 150 രൂപ അയാൾക്ക് തിരിച്ച് കിട്ടിയാൽ അയാൾക്ക് വീണ്ടും ആ മെറ്റീരിയൽ ഉണ്ടാക്കാം, അയാൾക്ക് കിട്ടുന്ന ലാഭം വെച്ചിട്ട് അയാൾക്ക് ജീവിക്കാം. ദിസ് ഈസ് എ വേ ഓഫ് എന്താ പറയുക, ഇതാണ് സ്ട്രെയിറ്റ് റൂട്ട് ഓഫ് ഫോർമുല. ഇതിൻ്റെ അകത്ത് പിന്നെ പലതരം കബളിപ്പിക്കൽ പലരും ചെയ്യുന്നുണ്ട്. അതൊന്നും സക്സസ്ഫുൾ ആവില്ല. ആദ്യം കുറച്ച് നാൾ പിടിച്ച് നിൽക്കാവുന്നേ ഉള്ളൂ, കുറേ കഴിയുമ്പോഴത്തേക്കും ഊമ്പി തിരിഞ്ഞ് താഴെ പോകും. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, നിങ്ങളൊരു സിനിമ ഉണ്ടാക്കി ആ സിനിമ നിങ്ങൾക്ക് നഷ്ടമായാൽ അതിന് നിങ്ങൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിങ്ങളുടെ മാത്രം പ്രോബ്ലമാണ്. നിങ്ങൾ സെലക്ട് ചെയ്ത എല്ലാവരെയും, ആ സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടോ, ആ ഡിസിഷൻസ് എല്ലാം ഫ്ലോപ്പ് ആയത് നിങ്ങളുടെ മാത്രം പ്രോബ്ലമാണ്. ബിക്കോസ് ദ ഷിപ്പ് ഓഫ് ദ ക്യാപ്റ്റൻ ചിലപ്പോൾ ഡയറക്ടർ ആയിരിക്കാം, പക്ഷേ ഓണർ ഓഫ് ദ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറാണ്. അപ്പോൾ ആ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന വ്യക്തി ആ സിനിമ നിർമ്മിച്ചത് കൊണ്ട് മാത്രമാണ് ഒരു ഡയറക്ടർ ഉണ്ടായത്, അതുകൊണ്ട് മാത്രമാണ് ആർട്ടിസ്റ്റ് ഉണ്ടായത്. ഇതെല്ലാം പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. പ്രൊഡ്യൂസർക്ക് വേണ്ടി ഒരു സിനിമ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ നിലനിർത്താൻ വേണ്ടിയിട്ട് സിനിമ ഉണ്ടാക്കുക, ഭയങ്കര പരിപാടികളുണ്ട്. ഇതിനകത്ത് ഡിമാൻഡ് പലതുണ്ടാവാം. ഇപ്പം സ്വർണം എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആർക്കും കല്ലായിട്ട് എടുത്ത്, സ്വർണ്ണം എങ്ങനെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പൊടിയായിട്ട് കിട്ടുക, അല്ലെങ്കിൽ ചിലപ്പോൾ കല്ലായിട്ട് ഇടുക, അതല്ലല്ലോ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഒരു മാലയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് നല്ലൊരു കലാകാരനായിട്ടുള്ള ഒരു തട്ടാന വേണം, അയാളാണ് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കുക. അപ്പം ആ തട്ടാൻ എന്ന് പറയുന്ന ആൾ ഒരു ഐഡിയോളജിയാണ് ആ പുള്ളിയുടെ, അല്ലേ, എന്ന് കരുതിയിട്ട് ആ തട്ടാൻ്റെ അല്ല സ്വർണം, അല്ലെങ്കിൽ ആ തട്ടാൻ്റെ അല്ല ഈ പറയുന്ന സ്വർണ്ണ ആഭരണം. ഈ സ്വർണം പോലും അയാളുടെ അല്ല. ഇനി പ്രൊഡ്യൂസർ എന്ന് പറയുന്ന വ്യക്തി, ഇത് അയാളുടെ ഫണ്ടൊന്നും അല്ല, അയാൾ ഇതിൻ്റെ ഒരു ഓണർഷിപ്പും ഇല്ല, അയാൾ ജസ്റ്റ് എ മീഡിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് അതാണ് ഞാൻ പറയുന്നത്, നിയന്ത്രിക്കാൻ കഴിവുള്ള ആൾക്കാർ, ആ വിഭാഗത്തിൽപ്പെട്ടവരെല്ലാവരും ഈ പറയുന്ന പ്രൊഡക്ഷൻ സൈഡിലേക്ക്, പ്രൊഡ്യൂസർ സൈഡിലേക്ക് പോകും. ഏതൊരു ബിസിനസ്സിൻ്റെയും അനുസരിക്കാൻ കഴിവുള്ള ആൾക്കാർ ഒബ്വിയസ്ലി അതിൻ്റെ ടെക്നിക്കൽ ടീമായിട്ട് മാറും അതിന് വേണ്ടിയിട്ടുള്ള. അപ്പം സ്വർണമെന്ന് പറയുന്ന സാധനം ഭൂമിയിലുള്ളതാണ്, ആ സാധനം ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുക. സിനിമ എന്ന് പറയുന്നതും ഈ പറയുന്ന ഏതൊരു ബിസിനസ്സും ഈ ഭൂമിയിലും പ്രപഞ്ചത്തിലുള്ളതാണ്. അത് ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഷെയർ ചെയ്യുക. മനുഷ്യനിർമ്മിതമായിട്ടുള്ള വസ്തുക്കൾക്ക് മാത്രമാണ് വില നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. മനുഷ്യനിർമ്മിതമല്ലാത്ത ഒരു വസ്തുക്കൾക്കും നമുക്ക് വില നിർണ്ണയിക്കാൻ സാധിക്കില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രപഞ്ചത്തിൽ കിട്ടുന്ന ഓക്സിജൻ. മനുഷ്യനിർമ്മിതമാക്കിയിട്ടില്ല ഇപ്പോഴും. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഓക്സിജൻ കിട്ടുന്ന സ്ഥലം ആശുപത്രിയാണ്, അതിന് അവന്മാർ പൈസ ഇടുന്നുണ്ട്. അതല്ലാതെ മഴ മനുഷ്യനിർബന്ധമല്ല. ആ സമയത്ത് ഏതെങ്കിലും ഒരു റിസോർട്ടിൻ്റെ ഉള്ളിൽ ഒരു കൃത്രിമ മഴ ഉണ്ടാക്കിയാൽ അത് പെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? പ്രപഞ്ചം നമുക്ക് തരുന്നതല്ലാതെ അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള എല്ലാ വസ്തുക്കൾക്കും നമുക്ക് പേയ്മെൻറ്റ് ഇടാൻ സാധിക്കും. അങ്ങനെ മനുഷ്യനിർമ്മിതമായ ഒരു വസ്തുവാണോ സിനിമയെന്ന് ചോദിച്ചാൽ, സിനിമ ആദ്യം തലച്ചോറിൻ്റെ ഉള്ളിലാണ് വരുന്നത്. കഥയും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും ആ സിനിമ ആദ്യം കാണുന്നത് തലച്ചോറിൻ്റെ ഉള്ളിലാണ്. ആ നമ്മൾ മാത്രം കണ്ടിരിക്കുന്ന തലച്ചോറിൻ്റെ ഉള്ളിൽ നമ്മൾ മാത്രം കണ്ട് നമ്മൾ ആസ്വദിച്ച ഒരു സിനിമ ഒരുപാട് ആൾക്കാർക്ക് ഒരു സ്ക്രീനിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ഭാഗത്തിലേക്ക് എത്തിക്കുന്ന വലിയൊരു ബിസിനസ്സാണ് സിനിമ. ആ സിനിമയുടെ ബിസിനസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തവരാരും തന്നെ ഈ ഫീൽഡിലേക്ക് വരാതിരിക്കുക. ബിക്കോസ് ഈ ലോകത്തിൽ ഞാൻ മനസ്സിലാക്കിയ എല്ലാ ബിസിനസ്സുകളെയും വെച്ചിട്ട് ഏറ്റവും പവർഫുള്ളായതും ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടാൻ സാധിക്കുന്നതും ഏറ്റവും കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു അടിപൊളി ബിസിനസ്സാണ് സിനിമ. അതിൻ്റെ കാരണം ഇതിന് ഒരു കൃത്യമായ MRPയോ
ഇതിന് കൃത്യമായിട്ടുള്ള ഒരു എക്സ്പയറി ഡേറ്റോ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ലോയോ ഇല്ല എന്നുള്ളതാണ് കാര്യം. നിങ്ങൾ ഇവിടെ ഇന്ത്യയിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ, നിങ്ങളൊരു സ്ഥാപനത്തിൽ ഒരു തൊഴിലാളിയെ നിർത്തുമ്പോൾ അവിടെ ബാല തൊഴിലാളി, അതായത് ചെറിയ പിള്ളേരെ ജോലിക്ക് നിർത്താൻ സാധിക്കത്തില്ല. പക്ഷേ സിനിമയിൽ നിങ്ങൾക്ക് ജനിച്ച കൊച്ചിനെ മുതൽ മരിച്ചു കിടക്കുന്ന ആളെ വരെ നമുക്ക് ജോലിക്കാരായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പരിപാടി വേറെ ഒരു ബിസിനസ്സിലും ഇല്ല. പിന്നെ രണ്ടാമത്തത്, ഇന്നുണ്ടാക്കിയ സാധനം നാളെ എപ്പോൾ വേണേലും നമുക്ക് വിൽക്കാം. പിന്നെ ഇത് ഈ ലോകത്തിൽ എവിടെ വേണേലും കൊണ്ട് കൊടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലുണ്ട്. അതറിയാൻ പാടില്ലാത്ത പന്ന മക്കളായിട്ടുള്ള കബ്ലിക്കൽ മക്കളായിട്ടുള്ള ഒരു താറക്കളവും സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരാതിരുന്നാൽ സിനിമയെ സ്നേഹിക്കുന്ന, സിനിമ നന്നാക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സിനിമ പ്രേക്ഷകർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സുഖകരമായ രീതിയിൽ സിനിമ ചെയ്ത് ആസ്വദിച്ച് നല്ല ജീവിതത്തോടുകൂടി നടക്കാം. എനിക്ക് ഇതാണ് പറയാനുള്ളത്. ഇവിടെ നമ്മൾ ഷാറുഖ് ഖാനെയും മറ്റവരെയും ഇവരെ എല്ലാവരെയും നമ്മൾ പുകഴ്ത്തി പറയുന്നതിൻ്റെ കാരണം പ്രേക്ഷകന് വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമ കൊടുക്കുന്നത്. പ്രേക്ഷകൻ കാണുന്നത്, പ്രേക്ഷകൻ അനുഭവിക്കുന്നത് ഈ പറയുന്ന ആർട്ടിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഡയറക്ടറുടെയോ ഒക്കെ ടാലൻറ്റുകളായിരിക്കാം. പക്ഷേ ആ ടാലൻറ്റുകളെ സൃഷ്ടിച്ചത് മുഴുവനും ഈ പറയുന്ന നിർമ്മാതാക്കളാണ്. പക്ഷേ നിർമ്മാതാക്കൾ ഈ സാധനം സൃഷ്ടിക്കുന്നത് നോർമലി പ്രേക്ഷകന് വേണ്ടിയിട്ടാണെങ്കിൽ ആ പ്രേക്ഷകൻ ഒരിക്കലും നിർമ്മാതാവിനെ കൈവിടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന എല്ലാ നിർമ്മാതാക്കളും. സോ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം എന്നെ വിളിക്കുക, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുക, അല്ലെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് 7902291230. ദിസ് ഈസ് മൈ വാട്സപ്പ് നമ്പർ. നിങ്ങൾക്ക് എന്ത് അറിവ് വേണമെങ്കിലും പറഞ്ഞു നൽകാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം നമുക്ക് നികത്താനായിട്ടുള്ള സോഴ്സ് ഓഫ് റൂട്ട് ഉണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആണ്, ഇൻഡസ്ട്രി ഓപ്പൺ ആണ്, നമുക്കത് റൂട്ട് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിക്കാം, സംസാരിക്കാം, എൻജോയ് ചെയ്യാം. താങ്ക് യു. ഞാനൊരു ഭയങ്കര സിനിമാമോഹിയാണ്. സിനിമയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നവരെയും സിനിമ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരെയും സിനിമേനെ ഊമ്പിക്കാൻ നിൽക്കുന്നവരൊക്കെ എൻ്റെ ശത്രുക്കളാണ്. അങ്ങനെയുള്ള ശത്രുക്കൾ എൻ്റെ മുന്നിൽ വന്നാൽ കഴുത്തടിച്ചു പിടിക്കുകയുള്ളൂ, വേറെ ഒന്നും ചെയ്യൂല. അവരെ ഭൂമിക്ക് ഭാരമായിട്ട് മാത്രമേ ഞാൻ കാണുകയുള്ളൂ. ദാറ്റ്സ് ഓൾ.